സൗദി അറേബ്യൻ പോർട്ടുകളിലേക്കും ചരക്ക് കപ്പലുകളൊന്നും അടുപ്പിക്കരുതെന്നും ഇനി GCC രാജ്യങ്ങളിലെ ഒറ്റ പോർട്ടുകളിലേക്കും ചരക്ക് കപ്പൽ അടുപ്പിക്കുന്നത് അപകടകരമാണെന്നും തങ്ങൾ നൽകിയിരിക്കുന്ന ഔദാര്യം പിൻവലിക്കുകയാണെന്നും IRGC അറിയിച്ചു. തങ്ങളുടെ തന്ത്രപ്രധാനമായ മേഖലയിൽ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങളെ തുടർന്നാണ് ഇനി മുൻപിൻ നോക്കാതെ തന്നെ തങ്ങളും ആക്രമണോത്സുകത പ്രകടിപ്പിക്കാനായി രംഗത്തിറങ്ങുകയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ റെഡ് സീയിലെ ബാബൽ മന്ദാബ് എന്ന് പറയുന്ന കടലിടുക്ക് കൂടി അടയ്ക്കാൻ ഒരുങ്ങുകയാണെന്നും ഹൂത്തികൾ ആ ദൗത്യം വളരെ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും അവർ പ്രഖ്യാപിച്ചതോടുകൂടി പശ്ചിമേഷ്യയിൽ ഇടയ്ക്ക് ഇളവ് വന്ന വളരെ ഒരുതരം സമാധാനപരമായ യുദ്ധമായി നീങ്ങിക്കൊണ്ടിരുന്നത് ഇനി അപകടകരമായ സ്ഥിതിയിലേക്കാണ് പോകുന്നത്. കാരണം അമേരിക്ക തുടർച്ചയായി എല്ലാ ദിവസങ്ങളിലും ഇറാൻ്റെ വൈറ്റൽ ഇൻഫ്രാസ്ട്രക്ചറുകളെ ആക്രമിക്കുന്നതുകൊണ്ട് ഇനി അങ്ങനെ ഒരു ഔദാര്യം ആവശ്യമില്ലെന്നും അമേരിക്കയെ സഹായിക്കുന്ന, അമേരിക്കയുടെ ബേസുകൾ മാറ്റാത്ത, അമേരിക്കയോടൊപ്പം നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളെയും തങ്ങൾ ആക്രമിക്കാൻ ഒരുങ്ങുകയുമാണെന്നാണ് ഇറാൻ്റെ പ്രഖ്യാപനം. സൗദിയോട് ഒരു നയപരമായ അകലമാണ് പാലിച്ചിരുന്നതെങ്കിൽ ഇനി സൗദി പോർട്ടുകളിലേക്ക് ഒരു ചരക്ക് നീക്കങ്ങളും ഒരു കപ്പലുകളും അയക്കരുതെന്നും ആ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടാൽ തങ്ങൾ ഉത്തരവാദിയല്ലെന്നും അതുകൊണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് സൗദി അറേബ്യ അടക്കമുള്ള GCC രാജ്യങ്ങളിൽ ഒന്നും തന്നെ കപ്പലുകൾ അയക്കരുത് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ IRGCയുടെ അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പമാണ് റെഡ് സീയിലെ ബാബൽ മന്ദേബ് എന്ന് പറയുന്ന കടലിടുക്ക് കൂടി അടയ്ക്കാനൊരുങ്ങുന്നത്. ഈ ബാബൽ മന്ദേബും ഹോർമിസും അടയ്ക്കപ്പെടുന്നതോടുകൂടി ഈ ലോകത്തെ ചരക്ക് നീക്കങ്ങളുടെ 50% പലതരത്തിൽ തടസ്സപ്പെടുകയും പിന്നീട് സൂയസ് കനാൽ വഴിയൊക്കെ കറക്കി കൊണ്ടുവരുന്ന ദൗത്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടിയും വരും. അതിലൂടെ ഹെവി വെഹിക്കിൾ ഫ്യുവൽ കാരിയേഴ്സിന് കടന്നു പോകാൻ കഴിയുന്ന അത്രയും ഡെപ്തും സൂയസ് കനാലിനില്ല എന്നുള്ളതും അതിൻ്റെ ഒരു പ്രതിസന്ധിയാണ്. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഈ യുദ്ധം അതിൻ്റെ ഒരു നിർണായകമായ വഴിത്തിരിവാണ് ഇപ്പോഴെത്തിയിരിക്കുന്നതെന്നും അടിയന്തരമായി റഷ്യയോ ചൈനയോ ഇക്കാര്യത്തിൽ ഇടപെട്ട് ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മുഴുവനായി ഇതിൻ്റെ പ്രതിസന്ധി ഉണ്ടാവുകയും ലോകത്ത് മുഴുവൻ ഇത് നഷ്ടമുണ്ടാക്കുകയും ചെയ്യുന്നൊരു യുദ്ധമായി മാറുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലെ വിവരം. കാരണം ഇതുവരെ അമേരിക്ക ആക്രമിച്ചപ്പോൾ അത് മറ്റു പല മേഖലകൾ കേന്ദ്രീകരിച്ച് ആക്രമിക്കുകയും ഒരു കരാറും ഉടമ്പടിയും ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ വളരെ നിശ്ചലമായ അവസ്ഥയിൽ ട്രംപിൻ്റെ ഇഷ്ടപ്രകാരമുള്ള അക്രമങ്ങളും അതിന് മറുപടിയായി IRGC അവരുടെ നിലയിൽ നടത്തുന്ന അക്രമങ്ങളും ഒരുപോലെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ രണ്ട് മുന്നറിയിപ്പുകളും IRGC നൽകിയിട്ടുള്ളത്. ഇത് രണ്ടും വളരെ ഗൗരവവും ഗുരുതരവുമായ സ്ഥിതിവിശേഷമാണ് ലോകത്ത് സൃഷ്ടിക്കാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം.